റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അർബഅത്തും മിൻ കൻസി ദുനിയാ, ദുനിയാവിന് 4 നിധികളുണ്ട് സഹാബ, ദുനിയാവിന് 4 നിധികളുണ്ട് സഹാബ. ഒന്നാമത്തെ നിധിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ലോകരെ പഠിപ്പിക്കുകയാണ്, ലിസാനുൻ ദാകിറുൻ, അല്ലാഹുവിന് ദിക്ർ ചൊല്ലുന്ന നാവാണ് നാവാൻ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ അല്ലാഹുവിനെ ഓർക്കുന്ന നാവ് ഏതൊരു സഹോദരനുണ്ടോ സഹോദരിക്കുണ്ടോ, ദുനിയാവിന്റെ ഒന്നാമത്തെ നിധി അവരുടെ കൈവശം അവർ സമ്പാദിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിധി എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും കണക്കാക്കിയിരിക്കുന്നത് സ്വർണ്ണമാണ്. സ്വർണ്ണം ഇപ്പൊ എത്ര? ഇന്ന് ഗ്രാമിന് എത്രയായി? എത്രയാണ്? 10,000 ഒരു ഗ്രാമിന് 10,200 അല്ലേ? ലേലം വിളിക്കുന്ന പോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ചിന്തിച്ച നിങ്ങളെയൊക്കെ കല്യാണം 40-50 വയസ്സൊക്കെ ഉള്ള ആളുകൾ ഇതിലുണ്ടല്ലോ, ആ കല്യാണത്തിന് സമയത്ത് മഹർ വാങ്ങിയത് അന്നത്തെ രൂപയായിരുന്നു, പുറത്തു പറയണ്ട. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇന്നിപ്പോൾ എത്രയായി? 10-20 കൊല്ലം കൊണ്ടുണ്ടായ മാറ്റം എത്രയാണ്? 10 കൊല്ലങ്ങൾക്കുണ്ടായ സമൂലമായ മാറ്റം എത്രയാണ്? അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ ഒളിച്ചും പാത്തുമൊക്കെ പതുക്കെ സ്വർണം വാങ്ങിച്ചു വെക്കുന്നവരുണ്ട്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ചിലരൊക്കെ ഒരു ജ്വല്ലറിയിൽ പോയി കാര്യമായി 10 ലക്ഷമൊക്കെ കൊടുത്ത് അവസാനം കുടുങ്ങി. 10 ലക്ഷം ഇല്ല, ഒന്നുമില്ല. ജ്വല്ലറി ഞാൻ പറയുന്നില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇപ്പം അനക്കമില്ല. പള്ളിയിലെ മാസപ്പിരിവ് ചോദിച്ചപ്പോൾ ഹാജിയാർ അനങ്ങുന്നില്ലായിരുന്നു. 200 രൂപ, 100 രൂപ, 50 രൂപ കൊടുക്കാൻ ഹാജിയാർ ഈ കാശില്ല. ഒന്നുമില്ല ഉസ്താദെ, ഒന്നുമില്ലാന്ന് പറഞ്ഞു. പെരുന്നാളിന് ഉസ്താദിന് എന്നെ കൈമടക്ക് കൊടുത്തത് എങ്ങനെയാ? 10ന്റെ 10 നോട്ടെടുത്ത് റൗണ്ട് ചെയ്ത് പിടിപ്പിച്ച് കൈ കൊണ്ട് കൊടുത്താണ്. 100 രൂപയാണ് കള്ള ഹൈവാൻ കൊടുക്കുന്ന കാശ്. എന്നാലും അതെങ്ങനെയേ കൊടുക്കുള്ളൂ? 10ന്റെ 10 നോട്ടെടുത്തിട്ട് കാര്യമായിട്ട് വെച്ചിട്ട് അതും റൗണ്ട് ചെയ്യും. അപ്പം ഇങ്ങനെ കൈലോട്ട് കൊടുക്കുമ്പോൾ ഉസ്താദിന് നല്ല കനത്തിന് കാര്യമായിട്ടിരിക്കുകയാണ്. ഉസ്താദ് താഴെ മുസല്ല വിരിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇടാന്നില്ല. ഇത് പ്രത്യേകം പോക്കറ്റിലിടുക. കാരണം എന്താ? കാര്യമായി എന്തോ തുകയാന്ന് കരുതിയിട്ട് താഴെ ഇട്ട ആൾക്കാർ കാണത്തില്ല. 15,000 രൂപ ഉണ്ടല്ലോ. അപ്പോൾ പോക്കറ്റിട്ട്, കമ്മീഷൻ്റെ പോക്കറ്റിട്ട് ഹാജിയാരെ ഒന്ന് ശരിക്കും കെട്ടിപ്പിടിച്ച്, ബാക്കിയുള്ളവർക്ക് മാത്രം മുസാഫത്ത് ഇയാളെ പ്രത്യേകം മോനൊക്കെ ചെയ്ത് മുപ്പരേനെ ഞെട്ടി. ഇതാ പതിവില്ലാത്തൊരു പരിപാടി. അവസാനം റൂമിൽ പോയി പോക്കറ്റിൽ കിടന്ന് സാധനം എടുത്ത് എണ്ണി നോക്കിയപ്പോൾ കള്ള ഹേവാൻ തന്നിരിക്കുന്ന ആകെ 100 രൂപ പോയി തന്നത്. ചിരിക്കുന്നുണ്ട് എല്ലാവരും. ഇതൊക്കെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുക. ശരിയല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ഒക്കെ ഞാൻ പറയുന്ന ഉസ്താദ്മാർക്ക് നല്ലവരെ കത്തും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ഞാൻ 10 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നമുക്കറിയാമല്ലോ, അനുഭവം ഗുരുവാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. കരുനാഗപ്പള്ളിയിലാണ് കോടികളാ ഉസ്താദിന് കൈമടക്ക് എന്ന് പറയുന്നവർ അനുഭവം ഇപ്പം പറഞ്ഞത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ്. എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും പറച്ചിലായിരിക്കും, അതാണ് ഇതാണ്, ഹാ ഹൂ ഭയങ്കരമാണ്, ഭയങ്കര സെറ്റപ്പാണ് എന്നൊക്കെ പറയും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നമ്മുടെ കൊടുക്കുന്നതിൻ്റെ ശരിയപ്പം ഈ പറഞ്ഞത് അതെപ്പോഴാണ് കൊടുക്കുക? ആകെ വർഷത്തിൽ കൊടുക്കുന്ന ഒരു പെരുന്നാപ്പൊടിയാണ്. അത് തന്നെ എല്ലാവരും ഇല്ല, ഒരു 50 പേര് മുസാഫത്ത് ചെയ്ത് ബാക്കിയുള്ളവർ ചാടി ഇറങ്ങി യാ അല്ലാഹ് ഹലാസ്, വേഗം പള്ളിയുടെ പുറത്ത് പായസം ഉണ്ടെങ്കിൽ അത് കുടിക്കുക എന്നുള്ളതല്ലോ. ഇതല്ലേ അധികവും. ഏതുമായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളുകൾ മാസവരിയില്ല, പള്ളിയുടെ ഒരു കാര്യമില്ല, എന്തെങ്കിലും പള്ളിയുടെ പിരിവോ മറ്റെന്തെങ്കിലും ദീനിയാ വിഷയമൊക്കെ വരുമ്പോൾ പിമ്പം ചെയ്യുന്ന ആളുകൾ 10-20 ലക്ഷം കൊണ്ടുവന്ന് അവസാനം ജ്വല്ലറിക്ക് കൊണ്ട് കിട്ടും. അള്ളാഹിൻ്റെ പേരിലുള്ളതല്ലേ, കടക്കട്ടെ എന്ന് പറഞ്ഞു. അവസാനം ഇപ്പം നോക്കിയപ്പോഴത്തേക്കും ഒന്നുമില്ല, ആളെയും കാണാൻ പോയില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇപ്പം മിണ്ടുന്നില്ല ഹാജിയാർ, പൈസ പോയിട്ട് അനങ്ങുന്നുമില്ല, ആരോടും പരാതിയില്ല, പരിഭവമില്ല. പുറത്ത് പറഞ്ഞ ആകെ പ്രശ്നം വല്ല അന്വേഷണം വന്നെങ്കിലും ഒന്ന് കരുതിയിട്ട് അനങ്ങുന്നില്ല. അള്ളാഹു എത്രയും പെട്ടെന്ന് ആ കാശൊക്കെ തിരിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. അമീൻ കേൾക്കുന്നല്ലേ? അത് തന്നെ. ആള് വരട്ടെ, ആളെ പൊങ്ങട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരക്ക ഭയങ്കര ഇഷ്ടം. അത് തന്നെ മോമിനിങ്ങളല്ലേ, അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരക്ക. ആമീൻ. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. എന്തുമായിട്ട് അള്ളാഹു അതൊക്കെ വലിയൊരു ചതിയാണ്, പ്രയാസമാണ്. അള്ളാഹു അതിൽ നിന്നൊക്കെ സംരക്ഷണം കൊടുക്കട്ടെ. ആമീൻ പറയാൻ ആരായാലും അവർക്കൊക്കെ അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു എല്ലാവിധ സംരക്ഷണവും അള്ളാഹു നസീബാക്കട്ടെ. മനുഷ്യനല്ലേ, ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ സമ്പത്തിനോട് വല്ലാത്ത ആർത്തിയുള്ളവനാണ്. അല്ലാഹു തന്നെ പറഞ്ഞതാണ്. മനുഷ്യനാണ് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് കൊണ്ട് കൊടുത്തതാണ്, പെട്ടുപോയി. അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാകുന്ന സമ്പാദ്യം ചിലരൊക്കെ വീട് വിറ്റിട്ട് കൊണ്ടുപോയി കൊടുത്തവരുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സഹോദരൻ ഈ അടുത്ത് സങ്കടം പറഞ്ഞാണ്. അദ്ദേഹം വീട് കൊണ്ടുപോയിട്ട് വിറ്റിട്ട് അയാൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ സ്ഥലവും പറയുന്നില്ല, സ്ഥലം എൻ്റെ നാവിൻ തുമ്പിലുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല.
വീട് വിറ്റിട്ട് അവസാനം അയാൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. എന്നിട്ട് ഈ വീട് വിറ്റ കാശ് കൊണ്ടുവന്നിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത്രത്തോളം കൊണ്ടുവന്നിട്ടിട്ട് അവസാനം എല്ലാം പോയി. അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. അങ്ങനെയൊക്കെയുള്ള സാധുക്കളുണ്ട്. അള്ളാഹു പരിപൂർണ്ണ സംരക്ഷണം നസീബാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ചിന്തിക്കുക, മനസ്സിലാക്കുക. ദുനിയാവിൻ്റെ പിറകെ ഈ ഓടുന്നതാകുന്ന ആളുകൾ അറിയാൻ ഇതൊന്നുമല്ല ദുനിയാവിലെ നിധി എന്ന് പറയുന്നത്. ദുനിയാവിലെ നിധി നബിതങ്ങൾ പരിചയപ്പെടുത്തിയത് ലിസാനുൻ ദാക്കിറുൻ, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവാണ്. അതുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, ബാക്കി ഒന്നും വേണ്ട. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു കമസലിൽ ഹയ്യി വൽ മയ്യിതി. അല്ലാഹുവിനെ ഓർക്കുന്നവന്റെ ഉപമയും അല്ലാഹുവിനെ സ്മരിക്കാത്തവന്റെ ഉപമയും ജീവിച്ചിരിക്കുന്നവനെ പോലെയും മരിച്ചവനെ പോലെയുമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ലോകത്തിന് തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ അള്ളാഹുവിനെ ഓർക്കുന്നതായ ഏതൊരു വ്യക്തിയുണ്ടോ അവന് ജീവനുള്ളവനാണ്, അവനാണ് ജീവനുള്ളവൻ. അള്ളാഹുവിനെ മറക്കുന്നവരെ അള്ള നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാതെ നിലകൊള്ളുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, അവൻ ജീവനില്ലാത്തവനാണ്, ശവമാണ്, ശവമാൻ. അവൻ ജീവനില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ എന്താണ് അസില്? നല്ലതുപോലെ നാവ് ചലിപ്പിച്ച് ദിക്ർ ചൊല്ലണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിപ്പോൾ എത്ര കാലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്? 30, 40, 50, 60, 70 വയസ്സൊക്കെ ജീവിച്ചവരില്ലേ? എത്ര കാലമായിട്ട് ജീവിക്കുന്നു? എത്ര ദിക്ർ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്? ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണപ്പെട്ടു പോയതാകുന്ന ആളുകൾക്ക് വേണ്ടി കുടുംബാദികൾ 70,000 തഹ്ലീൽ ചൊല്ലിക്കൊണ്ട് ഹദിയ ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ തീർച്ചയായും അവർക്കതിൻ്റെ പ്രതിഫലം കിട്ടും. അവർക്ക് നാളെ വളരെ സന്തോഷകരമാകുന്ന ജീവിതം കിട്ടുമെന്ന് അഇമ്മത്തുകൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അതനുസരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു വരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സ്വന്തമായി നമുക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര എണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട്? 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിലും ചൊല്ലാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടുണ്ടോ? സ്വലാത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രവാചകനിലേക്ക് അടുക്കേണ്ടതാകുന്ന അഹ്ലുസുന്നയുടെ പ്രവർത്തകരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 10 സ്വലാത്ത് പോലും ദിനേന ചെല്ലാൻ മടിയുള്ള കൂട്ടത്തിലായി ഉമ്മത്ത് മാറിയില്ലേ? നിസ്കാരത്തിന് ശേഷമുള്ളൊരു 3 സ്വലാത്ത് പോലും താല്പര്യമില്ലാതെ എഴുന്നേറ്റ് പോകുന്നവരായി ഈ സമുദായത്തിന്റെ മക്കൾ മാറിയില്ലേ? കുക്കറിലേക്ക് സാധനങ്ങൾ ഇട്ടുകെട്ട് നിസ്കരിക്കാൻ വരുന്ന ഉമ്മമാർ ആ കുക്കറിന്റെ ഓരോ ഫിസിലിനെ കണക്കാക്കിക്കൊണ്ട് നിസ്കാരത്തെ വേഗം തന്നെ തീർത്തുകൊണ്ട് ചാടി എഴുന്നേറ്റ് പോകുന്ന തലമുറകളായി നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സഹോദരിമാരും നമ്മുടെ ഭാര്യമാരും മാറിയില്ലേ? നിസ്കാരം കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് ഇരുന്നിട്ട് അള്ളാഹുവിനെ സ്മരിക്കുവാനും ദിക്ർ ചൊല്ലുവാനും എനിക്ക് നൽകിയിട്ടുള്ള സർവ്വ അനുഗ്രഹങ്ങൾക്കും കാരണദൂതരായ അള്ളാഹുവിനെ ഒന്ന് ഓർക്കുവാനും സ്മരിക്കുവാനും നന്ദി പ്രകാശിപ്പിക്കുവാനും സത്യവിശ്വാസികളിൽ എത്ര ആളുകൾ തയ്യാറാകുന്നുണ്ട്? റമദാനിൽ നമ്മൾ കൊണ്ടുവന്നതാകുന്ന ജീവിതത്തിൽ കൊണ്ടുവന്ന നന്മകളൊക്കെ പരിപൂർണമായി ഇല്ലാതാക്കിയില്ലേ? തഹജ്ജുദ് പതിവാക്കിയിരുന്നവർ, ദുഹാ പതിവാക്കിയിരുന്നവർ, വിത്ർ നമസ്കരിച്ചിരുന്നവർ, കൃത്യമായ ഖുർആൻ ഖത്മുകൾ തീർത്തിരുന്നവർ, നമസ്കാരത്തിന് മുമ്പും ശേഷവും ഉള്ളതാകുന്ന എല്ലാ നമസ്കാരങ്ങളെയും സുന്നത്ത് നമസ്കാരങ്ങളെയും റവാത്തിബ് സുന്നത്തുകളെയും ഒക്കെ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന ആളുകൾ പോലും റമദാൻ കഴിഞ്ഞതിന് ശേഷം ആ സുന്നത്തുകളെയൊക്കെ പരിപൂർണമായി തിരസ്കരിച്ച് തഹജ്ജുദില്ല, ദുഹയില്ല, അവ്വാബീൻ നമസ്കാരമില്ല, ഖുർആൻ ഓതലില്ല, ദിക്റില്ല, വിറുദില്ല, ഔറാദില്ല, കള്ളുകുടിയും വ്യഭിചാരവും അശ്ലീലമാക്കപ്പെട്ട തലത്തിലേക്ക് ഉമ്മത്തിന്റെ തലമുറ മാറിയില്ലേ? നമ്മൾ എങ്ങനെയാണ് പ്രവാചകന്റെ ഉമ്മത്തിൽ പെടുക? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നാളെ പ്രവാചകരോടൊപ്പം നാളെ മഹ്ശറയിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാൾ നരകത്തെ മുന്നിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ ആ പ്രവാചകന്റെ തിരുശഫാഅത്ത് എങ്ങനെ ഉമ്മത്തിന് ലഭിക്കും? എങ്ങനെ ലഭിക്കും? നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് അമലായി? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. തങ്ങൾ രാത്രിയിൽ സുന്നത്ത് നമസ്കരിക്കുകയാണ്, തഹജ്ജുദ് നമസ്കരിക്കുകയാണ്. ഏതെങ്കിലും ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾ ഖളാ വീട്ടുകയല്ല, ഏതെങ്കിലും റവാത്തിബുകൾ മടക്കുകയല്ല. രാത്രിയിലുള്ള സുന്നത്ത് നമസ്കാരമാണ്. മുത്തലക്കൻ നിരവാധികം സുന്നത്ത് നമസ്കരിക്കുകയാണ്, തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്.
അള്ളാഹുവിന്റെ റസൂലിന്റെ കാല് വല്ലാതെ നീരുകെട്ടി വീർക്കുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, എന്തിനാണ് പ്രവാചകരെ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. തങ്ങളുടെ മുൻപിൻ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നതല്ലേ. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാതൻ മുസ്തഖീമാ. സൂറത്തുൽ ഫത്ഹിലൂടെ ലോകർ പഠിച്ചതല്ലേ, റസൂലുള്ളാഹിയുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തതല്ലേ. എന്നിട്ടും എന്തിനാണ് നബിയെ തങ്ങളിങ്ങനെ കാല് നീരുകെട്ടി വീർക്കുമാറ് നമസ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ നിന്ന് നമസ്കരിക്കുന്ന പ്രവാചകർ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ. നന്ദിയുള്ള ദാസനായി, നന്ദിയുള്ള ഒരു അടിമയായി ഞാൻ മാറണ്ടയോ ആയിഷ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാണ് ഈ പറയുന്നതെന്ന് ഓർക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായികൾ തന്നെ ലോകരോട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ച ചരിത്രമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ ലോകത്തോട് പറയുകയാണ്, നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല. 3 മാസങ്ങൾ കടന്നുപോയി, വീട്ടിൽ പട്ടിണിയാണ്. അല്പം വെള്ളമോ കാരയ്ക്കോ അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സുഭിക്ഷത ഉണ്ടായിട്ടില്ല. 2 നേരം സുഭിക്ഷമായി വയറ് നിറച്ച ചരിത്രം അല്ലാഹുവിന്റെ റസൂലിന് ഉണ്ടായിട്ടേ ഇല്ല. 2 ദിവസം സുഭിക്ഷമായി ആഹാരം കഴിച്ചതാകുന്ന ചരിത്രം അല്ലാഹുവിന്റെ റസൂലിന് ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. 1 നേരം ഭക്ഷണമാണ് എങ്കിൽ അടുത്ത നേരം കാരക്കയാണ്. രാവിലെ എന്തെങ്കിലും കഴിച്ചാൽ പിന്നീട് വൈകിട്ടൊരു കാരക്ക മാത്രമാണ്. പിറ്റേ ദിവസം ചിലപ്പോൾ പട്ടിണിയാണ്, അടുത്ത ദിവസം പിന്നീട് കാരക്കയായിരിക്കും, വൈകുന്നേരം എന്തെങ്കിലും ഒരു റൊട്ടി കഷ്ണം കിട്ടുമായിരിക്കും. ഈ രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോയത് എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആലോചിച്ചു നോക്ക്. അങ്ങനത്തെ പ്രവാചകർ പറയുന്നു, ഞാൻ നന്ദിയുള്ള ദാസനാവണ്ടേ എന്ന്. രാത്രിയിൽ നിസ്കരിച്ചിട്ട് കാല് കെട്ടി നീര് കെട്ടി വീർക്കാൻ നിന്ന് നിസ്കരിക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ പെടലിയിൽ കസേരയും വെച്ചോണ്ടാണ് വരുന്നത്. എവിടെയെങ്കിലും ഇരിക്കണം, ഒരു സൈഡിലോട്ട് പോകണം. കസേര നിസ്കരിക്കുന്ന ആളുകളൊക്കെ കസേര നിസ്കാരം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു വീഡിയോ യൂട്യൂബിലുണ്ട്, ഒന്ന് കേൾക്കണം. എന്നിട്ടേ കസേരയിലോട്ട് ഇരിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നാളെ പഠിച്ചവനെ ഇടിച്ച് ഇടിയുണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എല്ലാവരും കാണുന്നവരെല്ലാം കസേരയിലോട്ട് ഇപ്പോൾ അങ്ങോട്ട് കയറുക. കസേരയിൽ നിസ്കരിക്കുന്നവർക്ക് എല്ലാവർക്കും അത് അനുവദിക്കപ്പെടുന്നില്ല. നിസ്കരിക്കാൻ അനുവദിക്കപ്പെടുന്നവരുണ്ട്, അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഉസ്താദുമാരോട്, നമ്മുടെ മഹല്ലിലെ ഖാദിമാരോട് തങ്ങളോട് അതിനെപ്പറ്റി ചോദിച്ചിട്ടേ ഇരിക്കാവുള്ളൂ. മുമ്പിരുന്ന ആളുകളും ഇനി ഇരിക്കാൻ ഉദ്ദേശിക്കുന്നവരും മസല ചോദിക്കണം. ചുമ്മാ ആരെങ്കിലും കസേര കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നേരം ഇരുന്നേക്കാം റാഹത്ത്. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇമാമടക്കം എല്ലാവരും കസേരയിലാവും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കണം. എന്നോട് ഒരാൾ ചോദിച്ചു, ഉസ്താദ് ഇരുന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും കസേരയിട്ടിരിക്കുമല്ലേ. എല്ലാവരും നിൽക്കുകയാണെങ്കിൽ ഞാനും നിൽക്കാൻ തയ്യാറാണ് പ്രസംഗം ലാസ്റ്റ് വരെ. അയാൾ പറഞ്ഞു, അസ്സലാമു അലൈക്കും ഉസ്താദ്, ഞാൻ അവിടെ എവിടെയെങ്കിലും പോയിരുന്നോളാം. പിന്നെ എന്തോരം ചോദിച്ചിട്ട് അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എന്തിനാ ഇപ്പം അത് പറഞ്ഞെന്നറിയോ? ചിലർക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ട്, ഇയാളിപ്പം എന്തിനാ അവിടെ ഇരുന്നേന്ന്. അതിനുള്ള മറുപടി സാദ് മസദ്ദുൽ ഖബർ എന്ന് പറയും, വാതിലം അടയ്ക്കുകയാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ഇവിടെ. എനിക്കറിയാവില്ല, കൗമെല്ലാം പഠിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. 10 വർഷം പയറ്റി തെളിഞ്ഞതാണ്. ഇനി പയറ്റി തെളിയാൻ പുതിയ തലത്തോട്ട് പോവാണ്. ഭീമാപ്പള്ളിയിലേക്ക് ചാർജ് എടുക്കാൻ പോകും 3-ാം തീയതി ഇൻഷാ അല്ലാഹ്, അടുത്തൊരു തലത്തിലേക്ക്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. എല്ലാവർക്കും എത്തണമല്ലോ ദീനി ദഅവത്ത്. ആലങ്കോടുന്ന് 2 ആഴ്ചയോടെ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അത് ആരോടും പറഞ്ഞിട്ടില്ല, രഹസ്യമാണ്. ഇപ്പോഴാണ് നിങ്ങളോടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നമ്മുടെ അഹ്ലിയാരാണല്ലോ, കരുനാപ്പള്ളിക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ അഹ്ലിയാരാണ്. നിങ്ങളോട് പറഞ്ഞിട്ടേ എങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ദഅവത്ത് എത്തണമല്ലോ. ലഹരിയുടെ ഉപയോഗവും ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ ഉള്ളതാണ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മാറ്റാം.
ദഅവത്ത് കൊണ്ട് പറ്റുമെങ്കിൽ 10 പേരെങ്കിലും അൽഹംദുലില്ലാ മാറി അത്രേ ഖൈർ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആലങ്കോട് ജുമായ്ക്ക് ഒരു ഹദീസ് പറഞ്ഞു, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി കമിഫഹസി ഖതാത്തിൻ ഔ അസ്ഗറ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വാക്കാണ്, അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി ഒരടയ്ക്കാക്കുരുവിക്ക് താമസിക്കാൻ ഉതകുന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത് ഒരു ചെറിയ പള്ളി ദീനിനു വേണ്ടി വെച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും അത് കാരണമായി നാളെ അള്ളാഹു സ്വർഗത്തിൽ മനോഹരമാകുന്ന ഭവനം അള്ളാഹു നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ജുമായ്ക്ക് പ്രസംഗിച്ച ഒരു പ്രസംഗമാണ്. അത് കേട്ടിട്ട് ഒരു സഹോദരൻ, അദ്ദേഹം പിറ്റത്തെ വെള്ളിയാഴ്ച വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ആലങ്കോട് ടൗണിൽ നിന്ന് നമ്മുടെ മണനാക്ക് എന്ന് പറയുന്ന പ്രദേശമുണ്ട്, വർക്കല പോകുന്ന റൂട്ടാണ്, അങ്ങോട്ട് പോകുന്ന പ്രദേശത്തേക്ക് അതിനിടയിലൊരു സ്ഥലം ഇൻഷാ അല്ലാഹ് 2 സെൻറ്റ് ഞാൻ വാങ്ങിച്ചിട്ട് പള്ളിക്ക് വേണ്ടി തരാൻ നിയത്തിയാണ്, ഒരു പള്ളി വെക്കാൻ വേണ്ടി നിയത്തിയാണ്. ഞാൻ പറഞ്ഞ സ്ഥലം മാത്രം പോരെ, നിങ്ങൾ പള്ളിയും കൂടെ വെച്ചോ. അൽഹംദുലില്ലാ ഏറ്റെടുത്തു, അദ്ദേഹം അത് സ്വീകരിച്ചു. അയാൾ പറയാം, ഉസ്താദ് പറഞ്ഞ ആ ഹദീസിൻ്റെ ഇതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടാണ് ഞാനത് നിയത്ത് ചെയ്തതെന്നും. ഒരാൾക്ക് കിട്ടിയ ഹിദായത്താണ്. അതിലൂടെ ആ നാട്ടുകാർക്കൊരു തയ്ക്കാവ് കിട്ടുകയാണ്, ചെറിയ കളിയല്ല. അള്ളാഹു അത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന് അത് പണിയാനും പൂർത്തീകരിക്കാനും അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. സ്ഥലം ഇപ്പം ഞാൻ പറയൂല, ഇതിനിടയിലാന്നേ പറയുള്ളൂ. കാരണം ആ സ്ഥലം റിക്കവർ ചെയ്ത് പള്ളിക്ക് വേണ്ടിയൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി വരണം. പള്ളി പണിയുമ്പോൾ പലരും തടയിടുമല്ലോ, അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് സ്ഥലം ഞാൻ ഉറപ്പിച്ച് പറയാത്. ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഇടയാണ് പറഞ്ഞത്, ആലങ്കോടിൻ്റെയും ഈ പറഞ്ഞതാകുന്ന മണനാക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ഒരു ഹദീസ് കൊണ്ട് ഒരാൾക്കൊരു ജുമായ്ക്ക് കിട്ടിയ ഒരു നേട്ടമാണ്. അയാൾക്കൊരു ഹിദായത്ത് കിട്ടി, അയാൾ ആ പൈസ മുടക്കി സ്ഥലം വാങ്ങുന്നു, അയാൾ പള്ളി വെക്കാനും സ്വമേധ തയ്യാറാകുകയാണ്. അപ്പോൾ ഇതേപോലെ മറ്റുള്ളവർക്ക് ഒരു ഹദീസിലൂടെ ഒരു ആയത്തിലൂടെയൊക്കെ ഒരു ചെറിയ മാറ്റമുണ്ടായി ലഹരിയൊക്കെ ഒന്ന് മാറ്റിയാൽ തന്നെ ഖൈറാണ്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തോട്ടല്ല ലഹരിയുടെ കാര്യം പറയേണ്ടത്, നമ്മൾ തന്നെയാണ്. കാരണം കേരളത്തിലെ 2ാം സ്ഥാനം ഈ കൊല്ലവും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു തക്ബീർ എതിരാ മണിച്ചം വാട്ടർ അടിക്കുന്നതിൽ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. താലൂക്ക് 1ാം സ്ഥാനം, നമ്മുടെ 1ാം സ്ഥാനം അല്ലല്ലോ, തിരൂരാണ്. മലപ്പുറം തിരൂര് പൊട്ടിച്ച മലപ്പുറത്താണ് 1ാം സ്ഥാനം. തിരൂര് 2ാം സ്ഥാനം നമ്മുടെ ഏതാണ്? കരുനാഗപ്പള്ളി. യാ അല്ലാഹ് റാഹത്ത് സ്ഥാനം പോയി അടിച്ചിരിക്കുക. 784 കോടി മദ്യയാണ് ഈ കഴിഞ്ഞ ഓണത്തിന് വിട്ടു തീർന്നത്. ആലോചിച്ച് നോക്കും, നമ്മുടെ കേരളക്കാർ കുടിച്ചു തീർത്തതാണ്. കഴിഞ്ഞ ഓണത്തിൻ്റെ 5 ഇരട്ടി ഈ വർഷം കുടിച്ചു തീർത്തു. കഴിഞ്ഞ വർഷത്തിൻ്റെ 5 ഇരട്ടിയാണ് അധിക വിറ്റ് വരവുണ്ടായത് ഈ വർഷം. ഇനി ഇവിടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, സർക്കാരിനോടും ചോദിക്കാനുണ്ട്, ചില ആളുകളോടും ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഈ 2 മാസം മുമ്പ് എല്ലാവരും ഉസ്താദുമാരെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്തിനാ? ഞങ്ങളൊക്കെ ജുമാ പ്രസംഗങ്ങളിലും അല്ലാതെയും ഒക്കെ പറഞ്ഞു, ഈ സൂംബ ഡാൻസ് കൊണ്ടൊന്നും ആളുകൾ എന്തുണ്ടാവൂല, ലഹരിയൊന്നും ഒഴിവാവൂല. ജുമായ്ക്കടക്കം ഉസ്താദുമാർ പ്രസംഗിച്ചതാണ്. കുട്ടികളെ കൊണ്ടുവന്ന് കായിക പരിപാടികൾ നിർത്തിവെച്ചിട്ട്, പണ്ട് നമ്മുടെയൊക്കെ സ്കൂളിൽ എന്തുണ്ടായിരുന്നു? കായിക അധ്യാപകരുണ്ടായിരുന്നു അല്ലേ? അതിനുവേണ്ടി PTA പീരീഡ് സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ സമയം കുട്ടികളെ കൊണ്ടുപോയി നല്ല എക്സസൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കുന്നു, അത് ചാടിക്കുന്നു. ഇപ്പോൾ PTA പീരീഡ് ഇല്ല, PTA അധ്യാപകരില്ല. അത് പരിപൂർണമായി ഒഴിവാക്കിയിട്ടാണ് ഇന്ന് കേരളത്തിൽ അതിൻ്റെ അധ്യാപകരുടേതാകുന്ന വലിയ നഷ്ടങ്ങളുണ്ട്. അവർ സമരമുറകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ നിയമിക്കാതെ ഇത്തരത്തിലുള്ളതാകുന്ന ചെയ്തികളിലൂടെ കൊണ്ടുവരുന്നു. ഇതെന്താ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ചോദിക്കുന്നത് ലഹരി ഒഴിവാക്കലാന്ന്. എങ്ങനെയാണ് പാട്ടും കൂത്തിലൂടെ ലഹരി ഒഴിവാക്കുക? ഉസ്താദുമാരെല്ലാവരും ചോദിച്ചു. അപ്പോൾ ഉസ്താദുമാരെ തിന്നാൻ വേണ്ടി ഒരു കൂട്ടർ വൈകിട്ട് ചാനലിൽ കയറിയിരുന്നിട്ട് പറഞ്ഞ്, യുവന്മാരേത് കൗമാണ്, 6ാം നൂറ്റാണ്ടിൻ്റെ കൗമ, അവരെന്തേ പറയുന്നത്, ഡാൻസിലൂടെയൊക്കെ മാറ്റം വരും, കണ്ടോ എന്ന് പറഞ്ഞു. ഇപ്പോൾ 2 മാസം കഴിഞ്ഞുള്ളൂ, ഇപ്പോൾ കണ്ട് ഞങ്ങൾ 5 ഇരട്ടി കൂടി. കഴിഞ്ഞ വർഷത്തേക്കാൾ ഓണത്തിൻ്റെ ഇരട്ടി 5 ഇരട്ടിയാണ് ഇപ്രാവശ്യം കുടിച്ചു തീർത്തത് കൗമ. അടുത്ത പ്രാവശ്യം ആകുമ്പോൾ 10 ഇരട്ടിയാവും. തമാം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ദീൻ ഉസ്താദുമാർ പറയുമ്പോൾ അവരോടൊപ്പം നിന്നിട്ടൊരു 10 പേര് കമൻറ്റ് ചെയ്യാനില്ല. പറയുമ്പോഴത്തേക്ക് ഈ മുസ്ലിയാർക്ക് അത് തന്നെ വേണം, അത് തന്നെ വേണം, കൈക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം എങ്ങനെയുണ്ട്? നെഞ്ചത്ത് ചവിട്ടി. ഇപ്പോൾ അവസാനം കരുനാഗപ്പള്ളി പുറത്തോട്ട് പോകാൻ മേലെ. ഇപ്പം എന്നോട് ചോദിക്കുക ആളുകൾ, ഉസ്താദ് സേവനം ചെയ്ത ആളല്ലേ, നല്ല കൂടിയാണ്. ഞാൻ പറഞ്ഞു, ഞാനില്ല, അവിടെ ഞാൻ സരാഞ്ചേരി പോയതാന്ന് പറയും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഞാൻ ഈ വർഷത്തിൽ ന്യൂ ഇയർ പരിപാടി നടത്തും. പലരും എന്നോട് ചോദിക്കും, എന്താ ഉസ്താദ് 31 ഡിസംബറിന് വെക്കുന്നതെന്ന്. കാരണം എന്താണെന്നറിയോ? ഒരു 10 പേരെങ്കിലും അങ്ങോട്ട് പോകാതെ നമ്മുടെ അടുത്തോട്ട് വന്നൊരു 10 മിനിറ്റ് ഇരുന്നാൽ എന്തായാലും 12 മണി വരെ ഇരിക്കുന്നവൻ പിന്നെ എന്തായാലും കുടിക്കാൻ, പിന്നെ ബീവറേജിൻ്റെ മുന്നോട്ട് പോലെ എല്ലാം അടച്ചിട്ടുണ്ടാവും. അതിനുവേണ്ടി പിടിച്ചു നിർത്താൻ വേണ്ടി ആ സാഹസ്. അല്ലാതെ ഇപ്പോൾ നമുക്കിവിടെ ആളെ കാണിക്കാൻ എന്താണ്? 10,000 പേരവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ സമയത്ത് 10 ദിക്റും ചെല്ലിച്ച് സ്വലാത്തും ചെല്ലിച്ച് വിടുന്നതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഇതാണ്. കാരണം നമ്മുടെ ഈ ഭാഗം താലൂക്ക് വലിയ പ്രശ്നമാണ്.
അതിലൊരു മാറ്റം ഉണ്ടാകട്ടെ. ചെറുപ്പക്കാരും യുവാക്കളും യുവതികളടക്കം ആ സദസ്സിൽ വന്നിട്ട് ഒരു 10 സ്വലാത്തിൽ പിരിയട്ടെ എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിനാണ് ഈ ഡിസംബർ 31 ന്യൂ ഇയർ പ്രഭാഷണം എന്ന് പറഞ്ഞൊരു സദസ്സ് സംഘടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എല്ലാ ദിവസവും വെക്കണമെന്നൊരു പക്ഷെ പറ്റൂലല്ലോ. അന്നത്തെ ഒരു ദിവസമെങ്കിലും ഒന്ന് കൂടി മാറ്റി നിർത്തി അത്രേ ഖൈർ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഏതായിരുന്നാലും ഇതൊക്കെ ഈ തിന്മകളൊക്കെ പരിപൂർണമായി നമ്മളിൽ നിന്ന് ഒഴിവാക്കാനാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. പക്ഷെ നമ്മളിൽ ഇതൊക്കെ ഇപ്പോഴും വീണ്ടും വീണ്ടും കടന്നു വരികയാണ്. കാരണം എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ മുഹമ്മദ് നബിയെയും ആ പ്രവാചകർ കൊണ്ടുവന്ന ദീനിൻ്റെ ആദർശത്തെയും പരിപൂർണമായി മുറുകെ പിടിക്കുന്നില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഏതെങ്കിലും ഒരു സിനിമാ നടൻ, അല്ലെങ്കിൽ സിനിമാ നടി, അല്ലെങ്കിൽ കായിക മത്സര താരങ്ങൾ. ഇവരൊക്കെയാണ് ഇപ്പോഴും മനസ്സിന് ഇഷ്ടം. ഇന്നാണ് ലയണൽ മെസ്സി ഇതാ കേരളത്തിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ നമ്മളൊക്കെ ആവേശം കൊള്ളാൻ. ഇപ്പോഴേ അതിനുവേണ്ടി മനസ്സ് എല്ലാവരും ഒരുങ്ങി തയ്യാറാകാൻ. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതലായി മാറുകയാൻ. ഏതെങ്കിലും ഒരു സിനിമാ നടി കട ഉദ്ഘാടിക്കാൻ വരുമ്പോഴത്തേക്കും വലിയ താല്പര്യമാണ്. പണ്ട് കാലങ്ങളിൽ വലിയ സാദാത്യങ്ങൾ പാണക്കാട് തങ്ങന്മാരെയും വലിയ വലിയ ഉലമാക്കളെയും പണ്ഡിതന്മാരെയും കൊണ്ടുവന്നൊക്കെ ഉദ്ഘാടിച്ചിരുന്ന ജ്വല്ലറികളൊക്കെ ഇന്ന് തുണി കൊടുക്കാത്ത ആളുകളെ കൊണ്ടുവന്ന് ഉദ്ഘാടിക്കുക. എന്താ കാരണം? കാക്കായും കാത്തായും ഒക്കെ വരണമെങ്കിൽ ഇവർ വരണം, എത്തി നോക്കണ്ടേ. മറ്റേത് ആരും മുസ്ലിയാരൊന്നും വേണ്ട, അംഗന്മാരൊന്നും വേണ്ട. ഇവർ വന്ന റാഹത്ത് ഇടിച്ചു കുത്തിയാണ് എല്ലാവരും വരും. നമ്മുടെ മഹല്ലത്തിലുള്ള മുഴുവൻ ആളുകളും എത്തും. അത് ആളുകൾക്കറിയാം. അതുകൊണ്ട് ഇപ്പം ട്രെൻഡായി. വലിയ വലിയ നാട്ടിലെ സാമുദായിക നേതാക്കളും രാജാക്കന്മാരും നമ്മളൊക്കെ വലിയ ദീനുണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും കട ഉദ്ഘാടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് ഇവരെയൊക്കെയാണ്. 50 ലക്ഷം 40 ലക്ഷമൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്ന പൈസ. രാവിലെ സുബഹി കഴിഞ്ഞ് കട തുറന്നിട്ട് ഉസ്താദിന് കൊടുക്കുന്ന എത്രയാ? നേരത്തെ പറഞ്ഞത് 10ന്റെ 10 നോട്ട് എടുത്ത് റൗണ്ട് ചെയ്ത്, അതും അരൻ്റെ വെളിച്ചത്തിൽ ഷട്ടർ 3/4% താഴ്ത്തിയിട്ടിട്ട് എഴഞ്ഞു കയറാനാണ് പറയുന്നത്. കാരണം എന്താ? ഷട്ടർ തുറക്കയില്ല, അവള് വരുമെന്ന്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ പറയുന്നില്ല, പറഞ്ഞേ കുറിച്ച് കൂടും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. വലിയ വലിയ ആലിമീങ്ങളെയും സാദാത്യങ്ങളെയൊക്കെ നമ്മൾ ഒഴിവാക്കി. ദീനുമായിട്ട് യാതൊരു പ്രതിബദ്ധതയില്ല. എന്നിട്ട് നമ്മൾ അവകാശപ്പെടുന്നതോ ഞാൻ ഭയങ്കര ദീനുള്ള ആളാണ്, ഞാൻ വലിയ ദീനുള്ള ആളാണ് എന്ന് അവകാശപ്പെടുകയാണ്. അല്ലാഹു ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, കാത്ത് സംരക്ഷിക്കണേ അല്ലാ. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, അല്ലാഹുവുമായി ഏറ്റവും ബന്ധമുണ്ടാക്കാൻ ഉപകരിക്കുന്ന ഒരു അമൽ പഠിപ്പിച്ചു തരുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അലിയേ, അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയാ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഓർക്കണേ, ഓർക്കണേ, അല്ലാഹുവിനെ സ്മരിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരോടാണ് ഈ പറയുന്നത്? സർവ്വസമയവും പടച്ച റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് നിലകൊള്ളുന്ന അലി റളിയല്ലാഹു അൻഹുവാണ്. എല്ലാ വിജ്ഞാനങ്ങളും കരഗതമാക്കാൻ അവസരം കിട്ടിയ വ്യക്തിയാണ്. അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി എന്ന് അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തി. അലിയാര് തങ്ങളോട് റസൂലുള്ള പറയുന്നു, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഓർത്ത് ദിക്ർ ചൊല്ലണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അലി റളിയല്ലാഹു അൻഹു സാഗൂതം ശ്രദ്ധ തിരുത്തിയിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് തങ്ങളൊരു ഇജാസത്ത് നൽകുമോ റസൂലേ? അനുവാദം നൽകുമോ? എനിക്കൊരു ദിക്ർ നൽകുമോ ഹബീബേ? തങ്ങൾ എനിക്കൊരു ദിക്ർ അനുവാദം തരണം. നമ്മളൊക്കെ ഉസ്താദുമാരോട്, സമുന്നതരാകുന്ന ആലിമീങ്ങളോട്, മഹല്ലിലെ ഖാദിമാരോടൊക്കെ ചോദിക്കുമല്ലോ, അവിടുന്ന് എനിക്കൊരു ദിക്ർ നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ അലിയേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ചൊല്ലിക്കോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മാഷാ അല്ലാഹ്. അങ്ങനെ ചൊല്ലി ചൊല്ലി ബഹുമാനപ്പെട്ടതാകുന്ന അലി റളിയല്ലാഹു അൻഹു ഉന്നതിയിലേക്ക് എത്തി. ഇറാഖിൽ പോയി നോക്കണം അദ്ദേഹത്തിന്റെ മഖ്ബറ. അല്ലാഹു കാണാൻ തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഈ നവംബറിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും ഇറാഖിൽ പോകുന്നുണ്ട്. അല്ലാഹു നമുക്കൊക്കെ പോകാൻ തൗഫീഖ് നൽകട്ടെ. 4ാം ഖലീഫയാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന അലി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം ചെയ്യുന്ന ഭൂമിയാണ് എവിടെ? ഇറാഖ്. ബാക്കിയുള്ളവരൊക്കെ നബി അടുത്ത് തന്നെയുണ്ട്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൊട്ടപ്പുറത്ത് ജന്നത്തുൽ ബഖീയിൽ ഇന്ന് അകപ്പെട്ടിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഉള്ളത് ഇറാഖിലാണ്. അള്ളാഹു പോകാനും കാണാനും അവരെ സിയാറത്ത് ചെയ്യാനും തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി 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 സമുന്നതമാകുന്ന പദവി അലങ്കരിച്ചു സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. എല്ലാ മഹത്തുക്കൾക്കും കൊടുത്ത ദിക്റതാണ്.
മനസ്സിലാക്കണം. മലബാറിൽ വലിയ സൂഫി വ്യക്തിത്വമുണ്ട്, കുണ്ടൂർ ഉസ്താദ്, അള്ളാഹു കൊടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഈ അടുത്താണ് അവരുടെ ആണ്ട് കഴിഞ്ഞു പോയത്. അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. മാദിഹുർ റസൂലാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചൊല്ലിയിരുന്ന വ്യക്തിയാണ്. വാഖല്ലി മൗലിദി ഖുറത്തിൽ ഐനൈനി അശറഫി റസൂലില്ലാഹ് അഹ്മദ് ത്വാഹ റസൂലില്ലാഹ്. ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുബ്ബത്തെ ഖളറായിന് മുമ്പിലെത്തിക്കൊണ്ട് റസൂലുള്ളാഹിയെ മദ്ഹ് ചെയ്ത വ്യക്തിയാണ്. ബഹുമാനപ്പെട്ടവർ ഉന്നതമായ തലത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? നല്ല രീതിയിൽ ദറസ് നടത്തിയ വ്യക്തിയാണ്, കിതാബ് ഓതി പഠിച്ച വ്യക്തിയാണ്, ആലിമീങ്ങളിൽ പ്രമുഖനായ വ്യക്തിയാണ്, മലബാറിലുള്ള ഉലമാക്കളടക്കം വലിയ സ്ഥാനം നൽകപ്പെട്ടതായ വ്യക്തിയാണ്. കൊണ്ടൂർ ഉസ്താദ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ചാരത്തേക്ക് ചെന്നിട്ട് പറയുന്നു, എനിക്കൊരു ദിക്ർ നൽകണേ, ദിക്ർ നൽകണേ. ചാപ്പനങ്ങാടി ഉസ്താദ് കൊടുക്കുന്നു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ, നീ നിന്റെ ജീവിതത്തിൽ വിജയമാണ്, വിജയമാണ്. ഞാൻ ചോദിക്കട്ടെ, ജനിച്ചത് മുതൽ കേൾക്കുന്നതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്? മദ്രസകൾ വിടുമ്പോഴും തുടങ്ങുമ്പോഴും എന്ന് വേണ്ട, ദിക്റിൻ്റെതാകുന്ന മഹാത്മ്യമുള്ള മുഴുവൻ മജ്‌ലിസുകളിലും ചൊല്ലിപ്പഠിച്ചിട്ടുള്ള ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിസ്കാരങ്ങൾക്ക് ശേഷം 10 വട്ടം ചെല്ലുന്ന ഈ ദിക്ർ എത്ര പ്രാവശ്യം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്? ബഹുമാനപ്പെട്ടതാകുന്ന കൊണ്ടൂർ ഉസ്താദ് 1 ലക്ഷം ചൊല്ലിയിട്ട് വീണ്ടും ചൊല്ലുമ്പോൾ പറയുന്നു, മതിയാക്കല്ലേ, 1 ലക്ഷം കൂടി ചൊല്ലിക്കോ അബ്ദുൽ ഖാദിറേ, 1 ലക്ഷം കൂടി ചൊല്ലിക്കോ അബ്ദുൽ ഖാദിറേ. 2 ലക്ഷം ചൊല്ലിയിട്ട് വീണ്ടും സമീപിക്കുമ്പോൾ ചാപ്പനമ്മാടി ബാപ്പു ഉസ്താദ് പറയുന്നു, ഔലിയാക്കളുടെ സമുന്നത തലം തിരാതിച്ചതാകുന്ന വലിയതാകുന്ന വ്യക്തിത്വമായിരുന്നോ ചാപ്പനമ്മാടി ബാപ്പു ഉസ്താദ്. അവര് പറയുന്നു, 1 ലക്ഷം കൂടി ചൊല്ലണേ. 3 ലക്ഷം ചൊല്ലി തീർത്തപ്പോൾ ഹാല് മാറുകയാണ്. റസൂലുള്ളാഹിയിലേക്ക് മുഴുകിയ ജീവിതമാ, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിലകൊണ്ട വ്യക്തിത്വമാ. ബുറുദ ഈ കേരളക്കരയിലാകുന്ന ജനങ്ങളിലേക്ക് എത്തിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ വ്യക്തിയാണ്. അല്ലാഹുവേ, അവരുടെ പൊരുത്തം ഞങ്ങൾക്കും ഈ സദസ്സിനും ഇതൊരുമിച്ച് കൂട്ടിയിട്ടുള്ള സൗഹാർദ്ദ കൂട്ടായ്മയ്ക്കും നീ നസീബാക്കണേ അല്ലാ, നസീബാക്കണേ അല്ലാ. മൂസാ നബി അലൈഹിസ്സലാമിനും അല്ലാഹു നൽകിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് എന്തെങ്കിലും ഒന്ന് ഖാസായി തരണേ. മൂസാ നബി ചോദിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു അത്രേ, മൂസാ, ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള ദിക്ർ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്റാണ്. അതിൻ്റെ മുകളിൽ ഒരു വചനമില്ല തൗഹീദിന്റെ എന്ന് അല്ലാഹു പറഞ്ഞതായി സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ്. ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ദിക്ർ എത്ര ചെല്ലിയിട്ടുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. നമ്മളിൽ എത്ര പേര് ചെല്ലി? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലാൻ കിട്ടുന്ന അവസരങ്ങളല്ലേ നാവ് കൊണ്ട് ഫനായി ഫസാദും നിലകൊണ്ടതാകുന്ന സമൂഹമായിരുന്നില്ലേ? എത്ര ഫനാ പറഞ്ഞു പോയി മുസ്ലിമേ, എത്ര ഫസാദിൽ ഏർപ്പെട്ടു പോയി മുസ്ലിമത്തെ. നിന്നെ കാതുകൊണ്ട് കേൾക്കാത്ത ഏഷണികളില്ല, നീ പറയാത്തതാകുന്ന ഭീഷണികളില്ല. ഏതെല്ലാം മോശപ്പെട്ട വചനങ്ങളാണ് നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ ദർബാറിലേക്ക് എത്തുമ്പോ, മഹ്ശറയിലേക്ക് എത്തുമ്പോ ആ നബിതങ്ങൾ നമ്മുടെ കൈക്ക് പിടിക്കുമോ മുസ്ലിമേ? ആ നബിതങ്ങൾ നമുക്ക് ഹൗദുൽ കൗസർ നൽകുമോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് നബിതങ്ങളോട് ചോദിക്കുകയാണ്, ഔസിനി
എനിക്കൊരു വസിയത്ത് നൽകുമോ റസൂലേ, എന്നെ ഒന്ന് ഉപദേശിക്കുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറയുകയാണ്, ആഖിദം ബിലിസാനിഹി ബിയദിൽ ഐസർ, ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, കുഫഅൻക ഹദാ കുഫഅൻക ഹദാ, നിന്നെ ഈ നാവിനെ ശ്രദ്ധിക്കണേ, ആവശ്യമില്ലാത്ത ഫനായും ഫസാദും പറയരുതേ. ആഖിറം നഷ്ടമാണ്, ദുനിയാവ് നഷ്ടമാണ്. നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ എത്ര ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു പോയി. ഒരാൾ ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ കൊടുത്ത ഉപദേശം, നാവ് ശ്രദ്ധിക്ക്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സ്വഹാബത്ത് വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, ഇതാ ഇന്നാലിന്ന സ്വഹാബി വര്യൻ മരണപ്പെട്ടു പോയിരിക്കുന്നു ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് ശരീരമൊന്ന് ഫ്രഷ് ആക്കിയിട്ട് നബി തങ്ങൾ വേഗം വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ വീടിന്റെ ഉമ്മറത്ത് ജനാസ കടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖകമലം നബി തങ്ങൾ നോക്കുമ്പോ പുഞ്ചിരി തൂകുന്ന വദനമാണ്, വദനമാണ്. ആരോ ഒരാൾ കമന്റ് ഇട്ടു, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. അബൂബക്കറിനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച നബിയേ, ഉമറിനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച നബിയേ, ഉസ്മാനിനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച നബിയേ, തങ്ങൾക്ക് ഇദ്ദേഹത്തെ കുറിച്ചൊന്ന് സന്തോഷ വാർത്ത പറഞ്ഞുകൂടെ? സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. പുഞ്ചിരിച്ച് കിടക്കുന്നതാകുന്ന സ്വഹാബിയുടെ മുഖകമലത്തിന്റെ ചാരത്തിരുന്ന്, ജനാസയുടെ തിരുസവിധത്തിലിരുന്ന് റസൂലുള്ള ലോകരെ പഠിപ്പിക്കുകയാ, ലാ ഇല്ല സ്വഹാബ ഇല്ല സ്വഹാബ ഫലഅല്ലഹു അയ്യതകല്ലമ ഫീമാ ലാ യഅനി. ആവശ്യമില്ലാത്ത ഫനായും ഫസാദും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം സ്വഹാബ. അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല, കിട്ടൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ആയുസ് വളരെ കുറവാണ്, ദുനിയാവ് വളരെ നശ്വരമാണ്. 60 70 വയസ്സുള്ള കാലഘട്ട ജീവിതമാണ്. 30 കഴിഞ്ഞവരില്ലേ, 40 എത്തിയവരില്ലേ, 50ലേക്ക് കാലൂന്നിയവരില്ലേ, 60 എത്തിയിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് വിഷമിക്കുന്നതായ ഉമ്മമാരില്ലേ, സഹോദരങ്ങളില്ലേ. ഇനി നമുക്കുള്ള ആയുസ് കുറവാണ്, കുറവാണ്. ആവശ്യമില്ലാത്തത് പറയരുതേ, ആവശ്യമില്ലാത്തത് കേൾക്കല്ലേ, ആവശ്യമില്ലാത്ത ഭാഷണത്തിലേക്ക് പോകല്ലേ മുസ്ലിമേ. മുൻഗാമികളാകുന്ന മഹത്തുക്കൾ ചരൽക്കല്ലുകൾ വായിൽ കഴുകിയിട്ടിടുകയാണ്, ഇടുകയാണ്. എന്തിനാണ്? ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കാനാണ്, ആവശ്യമില്ലാത്ത ഭാഷണങ്ങൾ ഒഴിവാക്കാനാണ്. ഈ ഉമ്മത്ത് രക്ഷണമെങ്കിൽ 2 അവയവങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും അവന്റെ താടിയെല്ലുകൾ കടയിലുള്ള നാവിനെയും തുടയെല്ലുകൾ കടയിലുള്ള ലൈംഗിക അവയവത്തെയും എനിക്ക് സൂക്ഷിക്കാമെന്ന് ജാമ്യം നിന്നാൽ അലമല്ലഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മയ്യളമല്ലി മാ ബൈന ലിഹ്യൈ വമാ ബൈന ഫഖദൈ. ആരെങ്കിലും താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും തുടയെല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവത്തെയും സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ അലമല്ലഹുൽ ജന്ന, അലമല്ലഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ജാമ്യമാണ് ഞാൻ നിൽക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത്? 2 അവയവം സൂക്ഷിച്ചാൽ മതി. ഒന്ന് നാവ്, മറ്റൊന്ന് ലൈംഗിക അവയവം. ഈ 2 അവയവത്തിലേക്ക് എത്തിക്കുന്നതാണ് മനുഷ്യന്റെ എല്ലാ തെറ്റുകളും. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ 2 അവയവങ്ങളെ ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടും. ആരെങ്കിലും സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ
കാഞ്ഞിപ്പുഴയിലുള്ള ഏതെങ്കിലും മുസ്ലിം സഹോദരൻ, ഏതെങ്കിലും ഒരു സഹോദരി 1400 വർഷം മുമ്പ് മദീനയിലെ മിമ്പറിനെ സാക്ഷിയാക്കിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് നബി തങ്ങൾ പറഞ്ഞതാകുന്ന ഈ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് പരിപൂർണമായി ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരുണ്ടോ? ആൺകുട്ടികളുണ്ടോ? ഏറ്റെടുത്താൽ അവന് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിച്ചോ, രക്ഷപ്പെടണമെങ്കിൽ അതേ ഉള്ളൂ. അതുകൊണ്ട് സുബഹിക്ക് ശേഷമുള്ള സമയങ്ങളൊന്നും ഉറങ്ങിക്കളയരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം എപ്പോഴും ഉണ്ടാകണം. മലബാറിൽ ഒരു ഉസ്താദിനെ കാണാൻ സാധിച്ചു. 43 വർഷമായി അദ്ദേഹം ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ദുന്യവിയായ ഒരു വർത്തമാനവും ഇല്ല. 43 കൊല്ലമേ, ചെറിയ കളിയാണോ? ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു എടുത്ത ദറജ ഉയർത്തട്ടെ. എന്നെ ചോദിക്കണ്ട, ആളെ പറഞ്ഞു തരില്ല, കാരണം പറയരുതെന്ന് പറഞ്ഞിട്ടുള്ള ആളങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ജനങ്ങൾക്കിടയിൽ നമ്മൾ കാണിക്കുന്ന പോലെ വലിയ ഗരിമ കാണിക്കുന്ന പരിപാടിയൊന്നും അവർക്കൊന്നുമില്ല. അങ്ങനെയാണല്ലോ, നല്ല നല്ല ആളുകളൊക്കെ അങ്ങനെയാണ്. 43 കൊല്ലമായി ഇശാ മഗ്‌രിബിനിടയിൽ ദുന്യവിയായ സംസാരമില്ല. ഇതിനിടയിൽ സ്വന്തം മക്കളുടെ വിവാഹം നടന്നിട്ടുണ്ട്, ഒരു മകനടക്കം മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം പോലും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ജമാഅത്തുകൾ, അതിന് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അതിനിടയിലുള്ള ഔറാദുകൾ അദ്ദേഹത്തിന് മുടങ്ങിയിട്ടില്ല. മഗ്‌രിബിന് വാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ കയറും, ഇശായുടെ ജമാഅത്തും കഴിഞ്ഞ് സുന്നത്ത് നമസ്കരിച്ച ഔറാദുകളൊക്കെ തീർത്തിട്ട് ഇറങ്ങി വരിക. ഇനി എന്തുണ്ടായാലും, ലോകം മുഴുവൻ കുലുങ്ങിയാലും മൂപ്പരത് തന്നെ പരിപാടി. നമുക്ക് അങ്ങനെ പറയാനൊരു സമയമുണ്ടോ? നമുക്ക് സമയമുണ്ട്. എല്ലാ ദിവസവും രാത്രി 10 മണി മുതൽ 11 മണി വരെ ഉസ്താദെ സിനിമ കാണും, മുടങ്ങിയിട്ടില്ല ഇന്ന് വരെ. നമുക്ക് അങ്ങനെ കുറേ സമയങ്ങളാണ്. പിന്നെ നല്ല റാഹത്തുള്ള ലെസ്ബിയൻ കപ്പിൾസിൻ്റെ നല്ല സംഭവമുണ്ട് ഇപ്പോൾ ബിഗ് ബോസിൽ. അതൊക്കെ കണ്ടുകൊണ്ട് നല്ല റാഹത്തായിട്ടിരിക്കും. ഇന്നിപ്പോൾ ഇതുള്ളതുകൊണ്ടാണ്, നാളെ ഇതെല്ലാം കഥ വീട്ടണം, ഇത്രയും വിഷയമുള്ളൂ. അത് കുഴപ്പമില്ല, നമ്മൾ മൊബൈലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് സംഭവം. കാണാം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതല്ലേ നമ്മളുള്ളത്. നമ്മുടെ നാവ് കൊണ്ട് എന്ത് ചെല്ലിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും കാലം ജീവിച്ചിട്ട് എത്ര ഹത്മോദി തീർത്തു. എൻ്റെ നാട്ടിൽ കുമ്മനം ദേശത്ത് ഒരു വ്യക്തി മരണപ്പെട്ടു പോയി. അദ്ദേഹത്തെ മരിക്കുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഓരോ സമയം ഖുർആൻ ഹത്മ തീർക്കുമ്പോൾ കെട്ടിട്ട് വെക്കും. നമ്മൾ മന്ത്രി ചൂടുന്ന ചരടില്ലേ, 1000-ലധികം ഉണ്ടായിരുന്നു കെട്ടുകൾ. ഖുർആൻ ഹത്മ തീർത്തട്ടെ കെട്ടിട്ടതാ. നമ്മൾ ഖുൽ ഹുവല്ലാഹു ഓതിയിട്ട് 1000 കെട്ടായിട്ടില്ല. അല്ലാഹു മുളക്കാക്കട്ടെ. ഖുൽ ഹുവല്ലാഹു അഹദ് അതുപോലും എന്ത് ചെയ്തിട്ടില്ല, 1000 ആയിട്ടില്ല. നമ്മൾ അവരും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഹനഫി മദ്ഹബുകാരനാണ് അദ്ദേഹം. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മദ്ഹബിന്റെ പക്ഷപാതത്തല്ല ഞാൻ ഈ പറയുന്നത്, മറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. വേറെ പണിയൊന്നുമില്ല. വയസ്സൊരുപാട് ജീവിക്കാൻ അള്ളാഹു അവസരം കിട്ടി. നമുക്കും കുറെ കിട്ടിയല്ലോ. നമുക്ക് അള്ളാഹു തന്നില്ലേ? താടി രോമങ്ങൾ നരച്ചവർ ഈ കൂട്ടരില്ലേ? നമ്മൾ ചെയ്തിട്ടുള്ള തിന്മകൾ എത്രയാണ്? നമ്മൾ എത്ര നന്മകൾക്ക് സാഗൂതം ശ്രദ്ധ ചെലുത്തിയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 40, 50, 60, 70 വയസ്സ് വരെ ഈ ദുനിയാവിൽ വസിക്കാൻ അവസരം നൽകിയിട്ടുള്ള ധാരാളം ഉമ്മമാരില്ലേ? പക്ഷേ എത്ര നന്മ നമ്മൾ ചെയ്തു, എത്ര ഖത്മ തീർത്തു നമ്മൾ, എത്ര ദിക്ർ നമ്മൾ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലി. മൻ സല്ല അലയ്യ സ്വലാതൻ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ഒരാൾ ഒരൊറ്റ സ്വലാത്ത് എൻ്റെ മേൽ ചൊല്ലിയാൽ 10 ഗുണം അല്ലാഹുവിനെ ചൊരിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ സ്വലാത്ത് ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ തന്നെ, സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്വലാത്തായി. അപ്പോൾ തന്നെ 10 ഗുണം അല്ലാഹു ചൊരിയും. ഇത്ര വിവരം കിട്ടിയിട്ട് പോലും, അറിവ് കിട്ടിയിട്ട് പോലും നമ്മൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എത്ര സ്വലാത്തില്ലെന്നാണ് എൻ്റെ ചോദ്യം. 10 സലാത്ത് ചെല്ലാൻ കൂട്ടാക്കിയിട്ടുണ്ടാവൂല, പക്ഷെ 10 പൊതി നമ്മൾ കരിച്ചിട്ടുണ്ടാവും റബീഉൽ അവ്വൽ. അപ്പുറത്തെ പള്ളിയിൽ ഇന്ന് പൊതിയുണ്ട്, മണപ്പള്ളിയിലുണ്ട്, അടുത്ത ദിവസം തഴവായിലുണ്ട്. എല്ലാം ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്, കറക്റ്റായിട്ട് മേടിക്കും. ഇന്ന് സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെല്ലാൻ വളരെ വിരളം. ആലിമീങ്ങളും നല്ല കാരണവന്മാർ, നല്ല കറകളഞ്ഞ അഹ്ലുകാരല്ലാതെ ബാക്കിയുള്ളവരൊന്നും ഇല്ലല്ലോ. മുഹീദ്ദീൻ റാത്തീബ് നടത്തുന്നു. അവസാനം അല്ലാ എന്ന് ചെല്ലുമ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എല്ലാവരും എഴുന്നേറ്റിരിക്കുകയാണ്. ആരുമില്ല, 5 പേര് 6 പേരേ ഉള്ളൂ. ലൈറ്റ് ഓണാക്കുമ്പോൾ ഉണ്ട് മലക്കുകൾ ഇറങ്ങി പോലെ റൂമിൽ ഫുള്ളായിട്ടുണ്ട്. സംഭവം എന്താ? ഇത് കഴിഞ്ഞ് ഇരുന്നോണ്ടേ നല്ലപോലെ പൊറോട്ടയും ബീഫും ഉണ്ട്. ഇതിന് ഇടയിലോട്ട് കയറി റാഹത്തായിട്ട് പതുക്കെ. ഇതാണ് നമ്മുടെ അവസ്ഥ. പറയുമ്പോൾ കൊള്ളേണ്ടത് നമ്മുടെ കൗമിൻ്റെ അവസ്ഥ ഇനി പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പറയും ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, ചെറിയ തിരക്കുണ്ടായിരുന്നു പറയും. എന്ത് തിരക്ക്? ഈ പരിപാടി നേരത്തെ എന്നോട് പറഞ്ഞിരുന്നില്ല. അപ്പോൾ നേരത്തെ വരണ്ടേ? അരമണിക്കൂർ മുമ്പ് വന്ന് പൂർണ്ണമായി പങ്കെടുക്കണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഹാദിരി
അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അള്ളാഹു എന്നിൽ സന്നിഹിതനാണെന്നുള്ള ഉറച്ച വിശ്വാസം ഏതൊരു സത്യവിശ്വാസിക്കുണ്ടോ ഒരിക്കലും അവന് പാഴാവില്ല. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പതിവാക്കിയിരുന്ന മനോഹരമാക്കപ്പെട്ട ദിക്റുകളല്ലേ ഈ ശ്രേഷ്ഠമാക്കപ്പെട്ട ഔറാദുകൾ. അതിലൂടെയല്ലേ സമുന്നതമായ തലത്തിലേക്ക് എത്തിയത്. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ പ്രമുഖരായ വ്യക്തിയല്ലേ മഹാനാകുന്ന അബ്ദുൽ ഖാദിർ മുഹയ്യിദ്ദീൻ റളിയല്ലാഹു അൻഹു. വാപ്പയുടേതാകുന്ന തലമുറ ചെല്ലുന്നത് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അലി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മകനാകുന്ന ഹസനിലേക്കാണ്. ഉമ്മയുടേതാകുന്ന തലമുറ ചെല്ലുന്നത് നേരെ എത്തുന്നത് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പേരക്കിടാവായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാ. വാപ്പയുടെയും ഉമ്മയുടെയും തലമുറ എത്തുന്നത് റസൂലുള്ളാഹിയുടെ കുടുംബത്തിലേക്കാണ്. ഇതുപോലെ ഒരു ഔലിയായിനെ കാണാൻ പറ്റുമോ? ആ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തള്ളിയിട്ട് നിലകൊള്ളുന്ന ഒരു സുന്നി യഥാർത്ഥ സുന്നിയല്ല. ബഹുമാനപ്പെട്ടവരെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു ശിഷ്യൻ വന്നിട്ട് പറയുകയാണ്, ശൈഖ് അവറുകളെ, നിങ്ങളുടെ സാധനങ്ങൾ മുഴുവനെ കയറ്റി വന്ന കച്ചവട ചരക്ക് മുഴുവനെ കയറ്റി വന്നതായ കപ്പലിതാ കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി കത്തി നശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ അല്പനേരം മൗനം അവലംബിച്ചിട്ട് പറയുകയാണ്, അൽഹംദുലില്ലാ. 3 മണിക്കൂർ പ്രസംഗം തുടരുന്നു, പ്രഭാഷണം നടത്തുന്നു. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് സബക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂർ കഴിയാറായപ്പോൾ അതേ ശിഷ്യൻ തന്നെ ഓടി വന്നിട്ട് പറയുന്നു, അഫ്വൻ യാ ശൈഖു, മാപ്പാക്കടേ ശൈഖ് അവറുകളെ, നിങ്ങളുടെ സാധനങ്ങൾ കയറ്റി വന്നതാകുന്ന ചരക്ക് കപ്പലല്ല, മറ്റൊരാളുടെയാണ്, വേറൊരാളുടെയാണ് എന്നുള്ള സത്യം പറഞ്ഞപ്പോ അല്പനേരം വീണ്ടും മൗനം അവലംബിച്ചിട്ട് പറയുകയാണ് ശൈഖ് അവറുകൾ, അൽഹംദുലില്ലാ. ക്ലാസ് കഴിഞ്ഞപ്പോൾ ശിഷ്യഗണങ്ങൾ ചോദിച്ചു, എന്തേ പതിവില്ലാത്ത 2 അൽഹംദുലില്ലാ കാര്യങ്ങൾ ശിഷ്യഗണങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അകാരണമായി മറ്റൊരാളെ നോവിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായി വൃന്ദത്തെയും ആ പ്രവാചകന്റെ തിരുസുന്നത്തുകളെയും അനുധാവനം ചെയ്ത് ലോകത്തിന് മാതൃക കാട്ടിയ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സത്യം ലോകത്തോട് വെളിപ്പെടുത്തുകയാണ്. ആദ്യം അദ്ദേഹം വന്ന് പറഞ്ഞിട്ടത്, എൻ്റെ കച്ചവട ചരക്ക് കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി കത്തി നശിച്ചു പോയെന്നാണ്. ആ സമയത്ത് ഞാൻ അല്പനേരം മൗനവലംബിച്ചു. ഞാൻ എൻ്റെ മനസ്സിലേക്കൊന്ന് നോക്കി. ഞാൻ ഇതുവരെ ജീവിതത്തിൽ സമ്പാദിച്ച സർവ്വസമ്പാദ്യങ്ങളും കൊണ്ടുപോയി ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് ആ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. ആ കച്ചവട ചരക്ക് മുഴുവനും പരിപൂർണമായി കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് കത്തിപ്പോയെന്ന് കേട്ടപ്പോ എൻ്റെ മനസ്സിന് എന്തെങ്കിലും ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നോക്കുമ്പോ എൻ്റെ മനസ്സ് പതറിയിട്ടില്ല. എൻ്റെ മനസ്സിനെ പതറാതെ ചിതറാതെ പിടിച്ചു നിർത്തിയ അല്ലാഹുവേ, അൽഹംദുലില്ലാ. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയെന്ന് കേട്ടപ്പോൾ പോലും എൻ്റെ ഹൃദയത്തിന് യാതൊരുവിധ പ്രശ്നവുമില്ലാതെ പിടിച്ചു നിർത്താൻ കെൽപ്പുള്ളവനായ അല്ലാ, നിനക്കാണ് അഖില സ്തുതിയും അല്ലാ. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങളുടെയല്ല മറ്റൊരാളുടെയാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് കേട്ടപ്പോ എന്തിനാണ് അൽഹംദുലില്ലാ പറഞ്ഞത്? ആശ്വാസം കൊണ്ടതാണോ എന്ന് ശിഷ്യഗണങ്ങൾ ചോദിക്കുമ്പോ ശൈഖ് അവറുകൾ പറഞ്ഞു, അല്ല, ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിലേക്കൊന്ന് നോക്കി. എൻ്റെതല്ല, മറ്റൊരു പാവപ്പെട്ടവൻ്റെയാണെന്ന് കേട്ടപ്പോ എൻ്റെതല്ലല്ലോ മറ്റൊരുത്തൻ്റെതാണല്ലോ എന്ന് കേട്ടിട്ട് മനസ്സിന് വല്ല സന്തോഷം വന്നിട്ടുണ്ടോ? എൻ്റെ മനസ്സ് എവിടാണ് നിൽക്കുന്നതെന്ന് നോക്കുമ്പോ നേരത്തെ ഏത് തട്ടിലാണ് എവിടെയാണോ ഇരുന്നിട്ടുള്ളത് അതേ സ്ഥലത്ത് തന്നെയാണ് എൻ്റെ മനസ്സ് നിൽക്കുന്നത്. അതേ സ്ഥാനത്ത് തന്നെയാണ് മനസ്സ് നിൽക്കുന്നത്. എൻ്റെ മനസ്സിനെ പതറാതെ ചിതറാതെ പിടിച്ചു നിർത്താൻ കെൽപ്പുള്ളവനായ അല്ലാഹുവേ, അൽഹംദുലില്ലാ. ഇതാണ് ഒരു സത്യവിശ്വാസിക്ക് ഹൃദയത്തിൽ വരേണ്ടത്. നമ്മളോ കരണ്ട് പോയ അയൽവക്കത്ത് നോക്കുക, അവിടെ കരണ്ട് ഉണ്ടോ എന്ന് നോക്കിയാൽ മോളെ, അപ്പോൾ പറയാം അവിടെ കരണ്ടില്ല, ആ കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അവരെ പോലെ തന്നെ അവിടെ കരണ്ട് ഉണ്ടോ, അയ്യോ വിളിക്കട, അതിന് നമ്മുടെ വീട്ടിൽ മാത്രം കരണ്ട് പോയി. ഇതാണ് മനസ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് മാറണം. അപ്പുറത്തെ വീട്ടിൽ അയൽവാക്കക്കാരൻ നല്ല വണ്ടിയെടുത്ത് വണ്ടി അതെന്താ അയാളിങ്ങനെ വീട്ടിലോട്ട് കയറി വന്നിട്ട് ഒരു വണ്ടി ഇറക്കിയിട്ട് റാഹത്ത് പ്രത്യേകം ദുആ ഇറക്കണം, നല്ല
ബർക്കത്ത് ചെയ്യട്ടെ, ഉള്ളിൽ ഉള്ള ഹൈവാനെ നശിക്കട്ടെ. എന്ത് മോമിനാ നീ? ഒരു ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുപോലും മനസ്സുകൊണ്ട് കൊടുക്കുന്നില്ല. നമ്മുടെ നാവ് പൊന്നാകണ്ടേ, ദിക്ർ വരണ്ടേ, അള്ളാഹുവിനെ ഓർക്കണ്ടേ, റബ്ബിനെ ഓർത്ത് സലാത്ത് ചെല്ലുക, ഇതൊക്കെ റെഡിയാവും, ഹൃദയമൊക്കെ തെളിയും. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് മനുഷ്യത്താണ്. 1948 പാരീസിൽ വെച്ചുകൊണ്ട് UN ഐക്യരാഷ്ട്രസഭ ഒരു മനോഹരമാകുന്ന ദിനത്തെ ആചരിക്കാൻ വേണ്ടി അവരെല്ലാവരും സമുചിതമായി തീരുമാനമെടുക്കുന്നു. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. മനുഷ്യൻ്റെതാകുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ മനുഷ്യത്തെ പരിഗണിച്ചുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. അവന്റെ സ്വത്തിന്, അവന്റെ ശരീരത്തിന് പരിപൂർണമായി സുരക്ഷിതത്വം നൽകുന്നതാകുന്ന നിയമങ്ങൾ പാസ്സാക്കി കൊണ്ടുവന്നു. 1948 ഈ യോഗം കൂടുന്നത്. 2 വർഷം കഴിഞ്ഞു 1950 നിലകൊണ്ടു. ഈ നിയമം പാസ്സായി. അന്ന് മുതൽ 1950 ഡിസംബർ 10 മുതൽ മനുഷ്യാവകാശ ദിനം നിലവിൽ വന്നു. ഇന്നും ഉണ്ടല്ലോ, ഇന്ന് നമുക്കിടയിൽ ആ ദിനമുണ്ട്, പക്ഷെ വെറുതെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ മനുഷ്യാവകാശ ദിനം ഉണ്ടായിട്ടുമാണ് ഈ ഫലസ്തീൻ്റെ മക്കൾ ഈ പ്രയാസം അനുഭവിക്കുന്നു മനസ്സിലാക്കണം. ഏത് ഐക്യരാഷ്ട്രസഭ ആരാണ് ഇവർക്ക് പരിപൂർണമായിട്ട് ഇവരെ ചെയ്യരുത്, അവർക്ക് ഇങ്ങനെ കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്ന് ഉപദേശിക്കാൻ ആരാ തയ്യാറായിട്ടുള്ളത്? ഒരുത്തനും ഇല്ല. ഇതൊക്കെ വെറുതെ ചുമ്മാ പേരിന് മനുഷ്യാവകാശ ദിനം എന്നിങ്ങനെ പറയുന്നതല്ലാതെ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്നാൽ മനസ്സിലാക്കണം, അതിനും 1300 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ മൈതാനിൽ വെച്ചുകൊണ്ട് സ്വഹാബത്തിന് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്താൻ പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ മൈതാനിൽ വെച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. അല്ലയോ അറിയണേ പ്രിയപ്പെട്ടതാകുന്ന സമൂഹമേ, ലാ ഫളല ലി അറബിയൻ വലാ അജമിയൻ വലാ അജമിയൻ അലാ അറബിയൻ വലാ ലി അഹ്മർ അലാ അസ്വദ വലാ അസ്വദ അലാ അഹ്മർ. വെളുത്തവന് കറുത്തവനേക്കാൾ, കറുത്തവൻ വെളുത്തവനേക്കാളോ, ഒരു തറവാട് മഹിമ പറഞ്ഞുകൊണ്ട്, കുലമ മഹിമ പറഞ്ഞുകൊണ്ട്, ജാതി പറഞ്ഞുകൊണ്ട് ഒന്നും നിങ്ങളാരും മുന്നോട്ട് വരരുത്. എല്ലാവർക്കും മുറുകെ പിടിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ഇല്ലാ ബി തഖ്വല്ലാഹ്. അള്ളാഹുവിനെ പരിപൂർണമായി തഖ്വ ചെയ്തുകൊണ്ട് മനുഷ്യത്തെ പരിഗണിച്ച് നിലകൊള്ളണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് നബിതങ്ങൾ പറയുന്നു, ഫഇന്ന ദിമാഅക്കും, നിങ്ങളുടേതാകുന്ന രക്തം, വഅംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, വഅറാദക്കും, നിങ്ങളുടെ അഭിമാനം. മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത് ഡിസംബർ 10 അഭിമാനം പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രവാചകൻ അതിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് അറഫ മൈതാനിയിൽ വെച്ചുകൊണ്ട് മനുഷ്യന്റെ അവകാശങ്ങളെ പറഞ്ഞ കൂട്ടത്തിൽ നബിതങ്ങൾ സ്വന്തം ശരീരത്തെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന്റേതാകുന്ന ജീവന്റെ കാര്യം എടുത്തു പറഞ്ഞു, അവൻ്റെതാകുന്ന സ്വത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞു. വഅറാദക്കും, നിങ്ങളുടേതാകുന്ന അഭിമാനം, അലൈക്കും ഹറാമുൻ, നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ്. ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും നിങ്ങൾ പ്രത്യേകമായി അവർ മനുഷ്യത്വത്തെ പരിഗണിച്ചുകൊണ്ട് അവരുടെ സമ്പത്തിനെയും അവരുടെ ശരീരത്തെയും അവരുടേതാകുന്ന അഭിമാനത്തെയും സംരക്ഷിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വഹാബത്തിന് കൊടുത്തതാണ് ഉപദേശം. അങ്ങനെ തന്നെ ജീവിച്ചില്ലേ സ്വഹാബത്ത്? സ്വഹാബത്ത് അങ്ങനെയല്ലേ പരിവർത്തനപ്പെട്ടത്? കാലങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴാണ് 950 നിലവന്നു. ഇപ്പൊ 2025 ഡിസംബർ വരുന്നു. നമ്മൾ മനുഷ്യാവകാശ ദിനം ആചരിക്കാൻ പോകുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ മനുഷ്യാവകാശത്തിലേക്ക് എത്തിയിട്ടില്ല.